വിവാഹമോചനം പോലുള്ള വിഷയങ്ങളിൽ UAE-യിലെ നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു. ലോ പോയിന്റ്. ഈ നാട്ടിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു, ഡിവോഴ്സ് ആവണം എന്നൊരു താല്പര്യത്തിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? മുൻകാലങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UAE-യിലെ ശരിയ ലോ നിയമം ഉള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അത്തരം ശരിയ ലോ പ്രകാരമുള്ള ഒരു ഡിവോഴ്സായിരുന്നു പണ്ട് കിട്ടിയിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും UAE-നെ സംബന്ധിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രാജ്യമായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഡിവോഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ള പേഴ്സണൽ അഫയേഴ്സിനെല്ലാം പേഴ്സണൽ സ്റ്റാറ്റസ് ലോ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഹിന്ദു ഡിവോഴ്സാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് ആൻഡ് ഡിവോഴ്സ് ആക്ട് കൊണ്ടുവന്ന് 1957 ആക്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ള പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ട് അത് അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോർട്ടിൽ കൊടുക്കണം. കോർട്ട് ജഡ്ജ് അത് വായിച്ച് നോക്കിയിട്ട് അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് പ്രകാരമാണ് ഡിവോഴ്സ് കൊടുക്കുന്നത്. ആ ഒരു ആക്ട് പ്രകാരമുള്ള ഡിവോഴ്സാണ് ലഭിക്കുന്നത്. നാട്ടിലും അത് തന്നെയാണ്, അതേ പ്രൊവിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെയും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റഡി ഓഫ് ദ ചൈൽഡ്, മെയിൻ്റനൻസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ പ്രകാരം തന്നെ. അപ്പോൾ അതാത് ആളുകളുടെ, ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസ്ലിംസ് ആണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി ആ ലോ, നമ്മുടെ ഇവിടെ ലോ അതാണല്ലോ ലോ ഉള്ളത്. അപ്പോൾ അത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തി. വിധി ഇവിടെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നാട്ടിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതെ, ഇവിടെയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നത്. ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഒരു രാജ്യത്ത് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, നിയമപ്രകാരമുള്ള ജീവിക്കുന്ന രാജ്യത്ത് ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവരെല്ലാവരും, ഇരുകൂട്ടരും. അപ്പോൾ ആ വിധി അനുസരിച്ച് നാട്ടിൽ ഇപ്പോൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ജഡ്ജ്മെൻറ്റ് കോപ്പി ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി അപ്രൂവ് ചെയ്യണം. അത് ജഡ്ജ്മെൻറ്റ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നും ആ ജഡ്ജ്മെൻറ്റ് പ്രകാരം മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണെന്നുള്ളത് തന്നെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിവോഴ്സ്, പലപ്പോഴും പലരും പറയുന്നുണ്ട് ഇവിടെ കിട്ടുന്ന ഡിവോഴ്സിന് വാലിഡിറ്റി ഇല്ല എന്നൊക്കെ. പക്ഷേ അത് വാലിഡ് ആക്കുന്നതിന് ഈ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും അറ്റസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ എക്സ്പാർട്ടി ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എക്സ്പാർട്ടി എന്ന് പറഞ്ഞാൽ ആൾ ഇല്ലാതെ, ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതെ, ഏതെങ്കിലും ഒരു വ്യക്തി ഇല്ലാത്ത ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെയാണ്. ആ ജഡ്ജ്മെൻറ്റിന് അതേ വാലിഡിറ്റി തന്നെയുണ്ട്. അതവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. താങ്ക് യു.